നീതിക പറഞ്ഞ കേട്ടായിരുന്നോ? ബസ്സിലെ അങ്കിളുമാർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന്. അപ്പൊ അതെ സ്വീകരിച്ചോ കേട്ടോ. നിങ്ങൾക്ക് നന്മ വരും. കുഞ്ഞിന്റെ കുഞ്ഞല്ലേ പറഞ്ഞത്, 3ാം ക്ലാസ്സിലെ കുഞ്ഞാ. അപ്പോ അവരുടെ സഹകരണം നിങ്ങൾക്കെല്ലാം അറിയാമോന്നറിയില്ല. ജീവൻ നമ്മളുടെ ഫോർമർ സ്റ്റുഡന്റ് ആകട്ടോ, ശാലേമിന്റെ സന്തതിയാ, നിങ്ങളുടെ ജ്യേഷ്ഠൻ. ഓക്കെ. പിന്നെ ടൂറ് വളരെ നന്നായിട്ട് തന്നെ പോയി. വളരെ സന്തോഷമായിരുന്നു. ഏറ്റവും സന്തോഷമായത് മറ്റുള്ള കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് നിങ്ങൾ വളരെ അച്ചടക്കത്തോടെ, ഞങ്ങൾക്ക് വലിയ തലവേദനയൊന്നും തരാതെ അനുസരണത്തോടെ നിന്നു. അത് വളരെ സന്തോഷം. അതിന് നിങ്ങൾക്കൊരു കയ്യടി. ഓക്കെ. നിങ്ങളുടെ കൂടെയുള്ള ടൂർ എപ്പോഴും ഞങ്ങൾ ആസ്വദിക്കാറുണ്ട്. കാരണം നിങ്ങൾ വളരെ ലവിങ് ആണ്, വളരെ കോഓപ്പറേറ്റീവ് ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് നിങ്ങൾ ഒത്തു പോവുക. ഇത്ര ലോങ് ട്രിപ്പ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ പലർക്കും ആദ്യമായിട്ടായിരിക്കും അല്ലേ? നിങ്ങൾ എൻജോയ് ചെയ്തു. നിങ്ങളുടെ പേരൻസ് നിങ്ങളെ വിടുവാൻ സന്മനസ് കാണിച്ചു. എന്നാൽ ചില പേരൻസ് അവരുടെ കുട്ടികളെ ദൂരത്ത് വിടാൻ പേടിയാണ്, അങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, ഞങ്ങൾ നിങ്ങളെ എങ്ങനെയാ നോക്കിയത്? നിങ്ങളുടെ പേരൻസ് കൂടെയുള്ളത് പോലെ തന്നെയല്ലേ? ആണോ? പിന്നെ എന്തിനാ പേടിക്കണേ? വീട്ടിൽ നിന്ന് പറയണത് കേട്ടോ. അവർക്ക് നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളും. നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അതുപോലെ സ്നേഹിക്കുന്നു, കരുതുന്നു. നിങ്ങൾക്ക് വരുന്ന ഓരോ പ്രയാസവും പ്രശ്നവും ഞങ്ങൾക്കും കൂടി ഉള്ളതാണ്. നിങ്ങൾ ഛർദ്ദിക്കുമ്പോൾ ഞങ്ങൾക്കും വിഷമമുണ്ട്, നിങ്ങൾക്ക് വയ്യാതെ വരുമ്പോൾ വിഷമമുണ്ട്. ഓക്കെ. എല്ലാം നിങ്ങൾ വളരെ ചിട്ടയായി ഭംഗിയാക്കി ചെയ്തു. എല്ലാത്തിനും ദൈവം, നീതിക പറഞ്ഞാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിന്നെ ജീവനെയും ജീവന്റെ സഹായികളെ അവരെയും ഈ ബസ് അവരുടെ സ്റ്റാർ ഒത്തിരി വർഷങ്ങളായിട്ട് അവര് ഈ ടൂർ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതാണ്. അവർക്ക് ധാരാളമായി അനേക ട്രൂപ്പുകൾ വന്ന് അവരെ ബുക്ക് ചെയ്ത് പല യാത്രകൾ ചെയ്യുവാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പറയുന്നു. അതുപോലെ നമ്മുടെ അധ്യാപകർ വളരെ നന്നായി സഹകരിച്ചു. ടൂറിന്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ച ഗായസ് ആണെങ്കിൽ ആദ്യം മുതലേ എല്ലാം ഇന്നലെ തന്നെ സ്കൂളിൽ വന്ന് താമസിച്ചു. ഇന്നും അവിടെ താമസിക്കുവാണ് സാറും കൃഷ്ണകുമാർ സാറും കൂടി. അവരെ അതിന് വേണ്ടിയ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. അതിന്റെ ലിസ്റ്റ്, കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ചെയ്തു. പൈസ എല്ലാം കളക്ട് ചെയ്തതും എല്ലാം അവരാണ്. അതുപോലെ പണി ടീച്ചർ, ദീനാമ്മ ടീച്ചർ, ബീന ടീച്ചർ, അവരെല്ലാം വളരെയധികം സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങളുടെ കൂടെ ഇരുന്ന് അവരും എൻജോയ് ചെയ്തു. നമ്മുടെ കൂട്ടത്തിൽ 2ാം ക്ലാസ്സിലെ 2 കുഞ്ഞുമക്കളും ഉണ്ടായിരുന്നു അല്ലെ? അവരും രാവിലെ കുറച്ച് ഉറങ്ങിയെങ്കിലും ബാക്കിയൊക്കെ വളരെ എന്താ പറയുക, എന്തൂസിയസ്റ്റിക് ആയിരുന്നു. അവരെ പൂളിൽ ഇറങ്ങിയിട്ട് അവർ കയറാൻ പോലും പറ്റാതെ ഏറ്റവും കൂടുതൽ സ്വിമ്മിംഗ് പൂളിൽ കിടന്നത് അവരാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ എല്ലാവർക്കും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, അതേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും ഇന്ന് പോയി വീട്ടിൽ ചെന്ന് വിശ്രമിച്ച്, നാളെ നിങ്ങൾക്ക് ഹോളിഡേ ആണ്. മറ്റന്നാള് വരുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരോട് ഈ ടൂറിനെ പറ്റി എല്ലാം പറയുക കേട്ടോ. എന്നിട്ട് അവർക്ക് വിഷമമൊക്കെ ഉണ്ടാവും വരാത്തതിന്, അവരുടെ കുഴപ്പമല്ലല്ലോ, അവരുടെ പേരൻസ് വിടാഞ്ഞിട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പലരെയും പേരൻസ് ഇലവന്തിട്ടയിലും മേലമുക്കിലും അമ്പലത്തും കടവിലൊക്കെ വന്ന് നിൽക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ സാധിക്കും. ഓക്കെ. ഗോഡ് ബ്ലെസ് യു. എല്ലാത്തിലുപരിയായി നമ്മുടെ യാത്രയിൽ ദൈവം കൂടെ ഇരുന്നു അല്ലേ? അത് ഏറ്റവും നന്നാക്കിയത് ദൈവത്തിന്റെ കൃപയുണ്ടായിട്ടല്ലേ? ഒരിക്കലും മറക്കരുത് കേട്ടോ. Never forget God. God is protecting us. God is guiding us. God is with us. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇങ്ങനെ എൻജോയ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുന്നത് കേട്ടോ. യാതൊരു മുഷവും കൂടാതെ വണ്ടി ഓടിച്ച് ഡ്രൈവറുകളുടെ പ്രത്യേകിച്ച് നിങ്ങളൊരു കൈയടി കൊടുത്തേ. ഓക്കെ. ഇനിയും ദൈവം അനുവദിക്കുവാണെങ്കിൽ വീണ്ടും നമുക്ക് സ്റ്റാറിൽ തന്നെ യാത്ര ചെയ്യാം. സ്റ്റാറുകളായിട്ട് സ്റ്റാറിൽ യാത്ര ചെയ്യാം അല്ലേ? ഓക്കെ. പിന്നെ നിങ്ങളുടെ ചേട്ടന്മാര് 8ാം ക്ലാസ്സിലെ കുട്ടികൾ, അവരായിരുന്നല്ലോ പാട്ടൊക്കെ വെച്ച് ലീഡർഷിപ്പൊക്കെ ആനോക്കും, തേജസ്, ആൽവിൻ ചാണ്ടി, പിന്നെ അലൻ, ഇവരൊക്കെ ആയിരുന്നു മുമ്പോട്ട് വന്നത്. എല്ലാവരെയും നിങ്ങളെ ചേട്ടന്മാരെ അവർക്ക് സ്ഥാനം കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഓരോ പടിപടിയായിട്ട് നിങ്ങൾക്കും ആ സ്ഥാനത്തേക്ക് വരാം കേട്ടോ. അങ്ങനെ എല്ലാവരും സന്തോഷമായി ശാലോം കുഞ്ഞുങ്ങൾ, ശാലോം എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാമോ? ശാലോം, സമാധാനമുള്ള കുഞ്ഞുങ്ങളായി
നന്നായി പോയി എൻജോയ് ചെയ്ത് വരും. നമ്മൾ എത്തിയിട്ടില്ല, നമ്മൾ ഇപ്പൊ തന്നെ എത്തും. ഇനി ഏകദേശം ഒരു 2 മണിക്കൂർ 2 മണിക്കൂർ ഇല്ല കേട്ടോ, അതിനുമ്പ് നമ്മൾ എത്തും തോന്നും. ഓക്കെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓക്കെ. So children, have you enjoyed the tour? Yes. Okay, നല്ല സ്റ്റുഡൻസ് ആയിരുന്നു. ഞാൻ ഓർത്തു ഇത്രയും ടീച്ചേഴ്സിനെ കൊണ്ട് 3 ലേഡി ടീച്ചേഴ്സ് ഉള്ളായിരുന്നു. ഞാൻ ആദ്യം ഓർത്തു എങ്ങനെയാണെന്ന്. പക്ഷേ നല്ല കുഞ്ഞുങ്ങളായിരുന്നു, നന്നായിട്ട് അവർ കോപ്പറേറ്റ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമ്മള് ബാക്കിയുള്ള സ്കൂളിലൊക്കെ നിങ്ങൾ കണ്ടു, ടീച്ചേഴ്സ് എല്ലാം അവരുടെ കൂടെ പോയി ഓരോ റൈഡിൽ കയറി അവരെ അവിടെ കയറരുത് ഇവിടെ കയറരുത് ഇങ്ങനെ പറഞ്ഞു. നമ്മള് മാം ആണെങ്കിൽ എല്ലാവരും ഫ്രീ ആയിട്ട് വിട്ടു അല്ലേ. അതുകൊണ്ട് ഒരുവിധം നിങ്ങൾക്ക് റൈഡിലെല്ലാം കയറാൻ പറ്റി, നന്നായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്തു. പിന്നെ ക്ലാസ് 8ലെ കുട്ടികള് അവർക്ക് സമയം കിട്ടിയില്ല എന്നുകൊണ്ട് അവർക്ക് പാട്ടൊക്കെ സെലക്ട് ചെയ്ത് ഡാൻസ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എൻജോയ്മെന്റ് വേണം. ഇത്രയും പോലെ ഡാൻസ് ഒക്കെ ഇച്ചിരൂടെ വേണം കേട്ടോ. ഓക്കെ, നല്ല കുഞ്ഞുങ്ങളായിരുന്നു. ഓക്കെ, താങ്ക് യു. ഗുഡ് ഈവനിങ് ടു ഓൾ. ഇന്നത്തെ ട്രിപ്പ് വളരെ മനോഹരമായിരുന്നു. ഇന്നത്തെ ട്രിപ്പിന്റെ ആരംഭം മുതൽ ഏകദേശം വരെയും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഇരുന്നു. നമ്മുടെ യാത്രയൊക്കെ വളരെ സുഖമായിട്ട് ഇതുവരെയും കൊണ്ടെത്തിച്ച ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ട്രിപ്പില് സ്റ്റോപ്പ് വളരെ പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. മറ്റുള്ള റൈഡുകളിലൊക്കെ എൻ്റെ സ്കൂൾ ടൈമിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, അങ്ങനെ അത് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതുകൊണ്ടൊന്നും എനിക്കധികം താല്പര്യമൊന്നും തോന്നിയിട്ടില്ലെങ്കിലും സ്നോ കയറിയാൽ ആ ജാക്കറ്റും ബൂട്ടും ഗ്ലൗസും ഒക്കെ ഇട്ട് നിന്ന സമയം മുതൽ ചൂട് അനുഭവപ്പെട്ട് നല്ലൊരു പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. അപ്പോഴാണ് റെസ്ക്യൂലൊക്കെ ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ആ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. അതിനുള്ളിലേക്ക് കയറിയ ശേഷം ആ തണുപ്പൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്തു. കുട്ടികൾ വളരെ എൻജോയ് ചെയ്ത് കണ്ട വളരെ സന്തോഷമായി. അത് സ്ലൈഡൊക്കെ സൂപ്പറായിരുന്നു. കുട്ടികൾ പോയിട്ട് അത് സ്ലൈഡ് ശരിക്കും അതുകൊണ്ട് ആ ടോപ്പിലോട്ട് പോയില്ല. പക്ഷെ ടീച്ചർമാർ ഞങ്ങൾ 3 പേരും കയറി നല്ല വെയിറ്റ് ആയിട്ടതായിരിക്കും. ആ ടോപ്പിൽ ചെന്നിട്ട് വീണ്ടും തിരിച്ചു വന്ന അവസ്ഥ എല്ലാവരും പിടിച്ചു നിർത്താൻ പാടുപെട്ടു. നല്ല സൂപ്പറായിരുന്നു അത് കാണാൻ. പിന്നീട് അവിടെ വന്നിട്ട് നമ്മുടെ ആ കുഞ്ഞുങ്ങളെ കണ്ടുപിടിക്കുന്നത് നല്ല രസമായിരുന്നു. പരസ്പരം കാണാനൊക്കത്തില്ലായിരുന്നു. സെക്കൻഡ് ടൈമിൽ നമ്മൾ ഒരാൾക്ക് വേണ്ടി തിരഞ്ഞ് സ്നോ റെയിൻഫോൾ ഉണ്ടായിരുന്നു. അതിനത് നല്ല രസമായിരുന്നു. ചെന്ന് നിന്നവരെ പോലും കാണാനൊക്കാത്ത രീതിയിൽ കുട്ടികൾ എൻജോയ് ചെയ്ത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ ഫുഡൊക്കെ നല്ലതായിരുന്നു. സ്കൂൾ ബസ്സിലെ ഡ്രൈവറും അതുപോലെ തന്നെ അവരെ ഹെൽപ്പറും അവരെല്ലാവരും നല്ല കുട്ടികളുമായിട്ട് നല്ല കോപ്പറേറ്റ് ചെയ്തു. അവരെ കെയർ ചെയ്യുന്ന കാര്യത്തിൽ നല്ലതായിരുന്നു അവരുടെ ആ ഒരു സമീപനം. അതുപോലെ ടീച്ചേഴ്സൊക്കെ ലേഡി ടീച്ചേഴ്സിൻ്റെ എണ്ണം ഷോർട്ടേജ് ഉണ്ടെങ്കിൽ തന്നെയും ഫസ്റ്റ് ടൈമിൽ ലോവർ ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ച് അവരെ എങ്ങനെ ബിഹേവിയർ ചെയ്യുന്നത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിലെ ഓരോ ടീമുകളെ അറിയാം. പക്ഷേ അങ്ങനെയൊന്നും അതിനുള്ള ഒരു രീതിയൊന്നുമില്ല. പിന്നെ ആ ടീച്ചർ പറഞ്ഞ പോലെ ട്രിപ്പിൽ അവിടെ കയറി ചെല്ലുകയും പറഞ്ഞത് എവിടെ വേണമെങ്കിലും പൊക്കോളാൻ പറഞ്ഞു. വളരെ ഹാപ്പി ആയിട്ട് പോയി. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ ചോദിച്ചു നിങ്ങളെല്ലാം ട്രിപ്പിൽ കയറി വെച്ചും പറഞ്ഞ് കുട്ടികളെ പറഞ്ഞ് തൂത്തുവാരി കയറി എന്നാണ് പറഞ്ഞത്. അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. തൂത്തുവാരി കയറിയാണ് മൊത്തത്തിലൊന്നും കയറി. ഇനി ഒന്നുമില്ല നാം കയറാൻ. എന്നിട്ടും ക്ലാസ് 8കാർക്കൊന്നും അത്രയും എല്ലാത്തിനൊന്നും കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ വേവ്സ് അത് അവർ കുറേ എൻജോയ് ചെയ്തു. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. അത്രയാണ് പറയാം. ഓക്കെ, താങ്ക് ഗോഡ്. വെരി ഗുഡ് ട്രിപ്പ്. ഐ എൻജോയ്ഡ് ഇറ്റ്. തീർച്ചയായിട്ടും നിങ്ങൾ കുഞ്ഞുങ്ങളുടെ കൂടെയുള്ള യാത്ര എപ്പോഴും സന്തോഷകരമാണ്. പിന്നെ വളരെ സന്തോഷമായിരുന്നു. നിങ്ങൾ സീനിയർ സ്റ്റുഡൻസ് പാട്ടൊക്കെ ഇട്ട് എല്ലാം ലൈവാക്കി വളരെ സന്തോഷം തന്നെ എല്ലാവർക്കും. അതുപോലെ തന്നെ നല്ല ഫുഡായിരുന്നു. പിന്നെ നമ്മുടെ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥിയായ ജീവൻ ചേട്ടനാണ് ഈ വണ്ടിയുടെ ഓണർ. നിങ്ങൾക്ക് അറിയാമോ? ആ ചേട്ടൻ്റെ ഒരു കയ്യടി കൊടുത്തേ. അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നൈതിക പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്നോ വേൾഡ് ആയിരുന്നു. ആർട്ടിക് അന്റാർട്ടിക് നമ്മുടെ ധ്രുവ പ്രദേശങ്ങളിൽ ചെന്ന് പെട്ട ഒരു പ്രതീതിയായിരുന്നു. നിങ്ങളെല്ലാം എൻജോയ് ചെയ്തോ മക്കളെ? സ്നോ
വേൾഡ് അല്ലേ. വളരെ സന്തോഷമായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു സ്നോ വേൾഡിൻ്റേത്. പിന്നെ ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവത്തിന് മുന്നമേ നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പൽ മാം, പിന്നെ നമ്മുടെ സാറുമാര്, ഗായോ സാർ, കൃഷ്ണകുമാർ സാർ, പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, മണി ടീച്ചർ, ദീനാമ ടീച്ചർ, പിന്നെ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. പിന്നീട് താങ്ക് യു സോ മച്ച്. ഒരു പാട്ട് പാടേ. ഓക്കെ. ജീവകാലം പാഴ്ത്തിടുവേ, ഉള്ളതെല്ലാം നിന്ദാനം. ജീവകാലം പാഴ്ത്തിടുവേ, എത്രയോ പ്രാവശ്യമെൻ പ്രാണൻ പാകമായിരുന്നു. മിഴികൾ നിറഞ്ഞൊഴുകി, പാദങ്ങൾ തളർന്നുപോയി. എങ്കിലും നിന്നെ ജീവിക്കുന്നു. പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ഏറെ ഭംഗിയായിരുന്നു, ഏറെ മനോഹരമായിരുന്നു. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ സ്നോ വേൾഡും മറ്റ് റൈഡുകളും ഒക്കെ ഏറെ നന്നായിരുന്നു. നമ്മൾ ഒരു 4 വർഷം മുമ്പ് സിൽവർസ്റ്റോമിൽ പോയിരുന്നു. പക്ഷേ അന്നത്തെ റൈഡുകളേക്കാൾ ഒരുപാട് റൈഡുകൾ ഇപ്രാവശ്യം കൂടുതലുണ്ടായിരുന്നു. കുട്ടികളെല്ലാം തന്നെ നന്നായി എൻജോയ് ചെയ്തു. കുട്ടികളെല്ലാം തന്നെ നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ കേട്ട് നന്നായി നമ്മളോട് കോപ്പറേറ്റ് ചെയ്തു. എല്ലാവർക്കും എല്ലാ നന്ദിയും. എനിക്കൊരു വിചാരമില്ല ഈ ടൂർ നടക്കും. ഞാൻ എത്ര പ്രാവശ്യം മാഡത്തെ വിളിച്ച് പറഞ്ഞു, മാഡം ഇത് നടക്കും തോന്നുന്നില്ല, കുട്ടികൾ കുറവാണ്, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം, അങ്ങനെ ഒരു ചിന്തയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ സമയമായപ്പോൾ കറക്റ്റ് കുട്ടികൾ, കൃത്യം ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ ഇന്ന് പോയതെല്ലാം നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ലതായിട്ടുണ്ടായിരുന്നു. എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് സ്നോ സ്റ്റോം ആയിരുന്നു. അതൊരു വല്ലാത്തൊരു ഫീലായിരുന്നു. ആദ്യമായിട്ട് അത്രയും ഒരു ഫീല് തോന്നി. അത് ശരിക്കും അതിനിടയ്ക്ക് വീഡിയോ ഫോട്ടോ എടുക്കാൻ കിടന്ന് സ്ട്രഗിൾ ചെയ്ത് ഏറ്റവും വലിയ കാര്യം. കാരണം ഫോൺ ഒരു 2 മിനിറ്റ് പിടിക്കാൻ പറ്റുന്നില്ല. കാരണം ആ സമയം കൈ മാറി വല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്നിട്ടും 1-2 ഷോട്ടൊക്കെ എടുക്കാൻ പറ്റി. അത് വലിയ കാര്യം. പിന്നെ മൊത്തത്തിൽ ഇതിൻ്റെ ഏറ്റവും ആക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് 3ാം ക്ലാസ് 4ാം ക്ലാസ് കുട്ടികളാണ്. 5ാം ക്ലാസ് ഇത്രയും കുട്ടികളാണ് ഇതിൽ ആക്റ്റീവായിട്ട് ഓടി ഇതെല്ലാം നടന്നത്. അത്രയ്ക്ക് ആക്ടിവിറ്റീസ് വലിയ കുട്ടികൾക്ക് കാണാനില്ലേ? അതില്ല. പിന്നെ ബസ്സിൽ ഒരു ആക്റ്റീവ്നെസ് ഉണ്ടായിരുന്നു കൂടുതൽ, കൊച്ചുകുട്ടികളാണ് കൂടുതലും. പിന്നെ ഇപ്രാവശ്യം എല്ലാവർക്കും തോന്നി ഇഷ്ടപ്പെട്ടെന്ന് അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് പണി അധ്വാനിച്ചത് വെറുതെ ആയിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് പറയുന്നത് ബസ് ഓപ്പറേറ്റേഴ്സ് എന്നാണ്. ഞാൻ അവരെ പല പ്രാവശ്യം വിളിച്ച് ബുദ്ധിമുട്ടിച്ചു. ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ട് ഇടയ്ക്ക് തിരിച്ച് മറിച്ചൊക്കെ പറഞ്ഞു. അപ്പോഴൊക്കെ അവർ ക്ഷമയോടെ കേട്ട് അതെല്ലാം അനുസരിച്ച് അവിടെ നിന്നു. ഞങ്ങളുടെ പേരിൽ പ്രത്യേകം നന്ദി ബസ് ഓപ്പറേറ്റേഴ്സിന് വേണ്ടി അറിയിക്കുന്നു. സ്റ്റാർ ഓപ്പറേറ്റേഴ്സ്, താങ്ക് യു. ഇതിനും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ കുട്ടികളോടും നന്ദി പറയുന്നു. നിങ്ങൾ ഈ ടൂറിന് വന്ന് സഹകരിച്ചതിനും പങ്കെടുത്തതിനും. ഫുഡും എല്ലാം നല്ലതായിരുന്നു. ഈ ഒരു ചെലവിൽ ഇത്രയും ഭംഗിയായിട്ട് ചെയ്തു. എല്ലാത്തിനും നന്ദി പറയുന്നു. ഏറ്റവും ഉപരിയായിട്ട് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഇത്രത്തോളം ഞങ്ങളെ നയിച്ചതിന് കാത്തു. ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് ടൈമാണ് അങ്ങനെ കാണുന്നത്. സാധാരണ ഞങ്ങൾ നിസാനോടൊക്കെ പോകുന്നുണ്ട്, സാറൊക്കെയാണ് പിള്ളേരെ കൂടുതലും കെയർ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഡ്രൈവേഴ്സൊക്കെ അവർ ശ്രദ്ധിക്കുന്നതും ഞങ്ങൾ കണ്ടിട്ടില്ല. സോ അത് അവർക്കൊരു ബിഗ് താങ്ക്സ്. സോ അവരുടെ അഭിപ്രായങ്ങളും കൂടി പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലും പറയാം. ഗുഡ് ഈവനിങ് ഓൾ. ആർക്കും ഒരു എനർജി ഇല്ലല്ലോ. അങ്ങും ഇങ്ങനൊക്കെയാണല്ലോ കേൾക്കുന്നത്. ആർക്കും ബാക്കിൽ ഇരിക്കുന്നവരൊക്കെ ഒന്ന് പറഞ്ഞേ ഗുഡ് ഈവനിങ്. വെരി ഗുഡ്.
ടീച്ചർമാരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാനിത് ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപൂർവമായിരുന്നു. അതുപോലെ തന്നെ ഞാന് ഈ സ്ഥലത്തില്ലായിരുന്നു. ആ സമയത്ത് പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞങ്ങളുടെ വണ്ടി തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ടൂറിനെല്ലാം മൊത്തം ഞാൻ പഠിച്ച കാലം മൊത്തം 5 ഇയേഴ്സും നമ്മുടെ വണ്ടി തന്നെയായിരുന്നു വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ സ്ഥലത്തില്ലായിരുന്നു. അവിടുന്ന് ഞാൻ പോയി കഴിഞ്ഞ് പിന്നെ സർവീസ് ഇല്ലായിരുന്നു. തിരിച്ച് നാട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് വീണ്ടും നമ്മൾ ഇത് തുടങ്ങുന്നത്. ഞാനങ്ങനെ എല്ലാ പഴയ മെമ്പേഴ്സിനെയൊക്കെ എല്ലാവരെയും ഞാനൊന്ന് വിളിക്കുകയും അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചത് എന്തുകൊണ്ട് ഞാൻ പഠിച്ച സ്കൂളിലൊന്നും ചോദിച്ചില്ല. അങ്ങനെ ഞാൻ KS എബ്രഹാം സാറിനെയാണ്, അറിയാമോ എല്ലാവർക്കും? എബ്രഹാം സാറിൻ്റെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. എനിക്ക് കാരണം ഇവിടെ ഉള്ള പുതിയ സാറുമാരെ ആരെയും അറിയാത്തത് കൊണ്ട് ഞാൻ എബ്രഹാം സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് സാറ് പറഞ്ഞത്, ഇവിടെ നീ ഒക്കെ ചെന്ന് പറഞ്ഞാൽ മതിയടാ, ഞാനൊന്നും ഇനി ബാക്കി എല്ലാം അവർക്ക് അറിഞ്ഞോളാം, അവർ പറഞ്ഞ് ചെയ്തു എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു ശരി സാറേ, ഞാൻ അങ്ങോട്ട് പോവാം. അപ്പോൾ നിനക്കറിയാവുന്ന ഒരു ടീച്ചർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതാരാ? കുഞ്ഞുമോൾ ടീച്ചർ അവിടെ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഓക്കെ, അപ്പം എനിക്കൊരു ഒരാളെങ്കിലും അറിയാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുഞ്ഞോൾ ടീച്ചറുടെ അടുത്ത് ചെന്ന് നീ കാര്യം പറഞ്ഞാൽ മതി, അപ്പോൾ കാര്യങ്ങൾ ശരിയാക്കിക്കോളും, പിന്നെ പ്രിൻസിപ്പലിനോട് ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ വീണ്ടും തിരിച്ചു വരുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സ്കൂളിൽ വന്നത്. അങ്ങനെ വന്ന് ഞാൻ സാറുമായിട്ട് സംസാരിക്കുകയും സാർ എന്നോട് പറഞ്ഞു ഓക്കെ, വിളിച്ചിരുന്നു, ഇതുപോലെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീവൻ വരുമെന്ന്. അങ്ങനെ സംസാരിച്ച് എനിക്കിത് ഒടുവിൽ എല്ലാവരുമായിട്ട് സംസാരിച്ചാണ് എനിക്ക് ഈ ട്രിപ്പ് സ്കൂളിൽ നിന്ന് തരുന്നത്. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻജോയ് ചെയ്തോ? ഓക്കെ, വണ്ടി ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സർവീസ്? അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വകയും താങ്ക്സ്. ഞങ്ങളെ കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടു. ടീച്ചർമാരുടെ ആയാലും പ്രിൻസിപ്പലിന്റെ ആയാലും എല്ലാവരുടെയും വലിയ ഒരു താങ്ക്സ് ഞങ്ങളും അറിയിക്കുന്നു. ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞങ്ങളോട് ക്ഷമിക്കണം. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായെങ്കിലും ഞങ്ങളോട് ക്ഷമിക്കുക. എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും, ടീച്ചേഴ്സിനായാലും കുട്ടികൾക്കായാലും എല്ലാത്തിനും വലിയൊരു ബിഗ് താങ്ക്സ്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ വീണ്ടും സോറി ചോദിക്കുകയാണ്. എല്ലാവരും ഹാപ്പി ആയിരുന്നല്ലോ അല്ലേ? അപ്പൊ ഒന്നുകൂടെ പൊളിക്കട്ടെ. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു എവരിവൺ.